നമസ്കാരം. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൽ പങ്കുചേർന്ന് അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലാണ് ആക്രമണം. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം വിജയകരമായ ആക്രമണം നടത്തിയെന്നും എല്ലാ US വിമാനങ്ങളും ഇപ്പോൾ ഇറാനിയൻ വ്യോമ അതിർത്തിക്ക് പുറത്താണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനെതിരായ ഇസ്രായേൽ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ 2 ആഴ്ചത്തെ സമയമെടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് അതിനു മുൻപേ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നത്. വാഷിംഗ്ടൺ DC-യിൽ പ്രാദേശിക സമയം രാത്രി 10 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് US പ്രസിഡന്റ് പറയുന്നു. ഇറാൻ ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആവർത്തിച്ചു. അമേരിക്കൻ ഭരണഘടന നിയമനിർമ്മാതാക്കൾക്ക് യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകാനുള്ള അധികാരം നൽകുന്നുണ്ടെങ്കിലും ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ട്രംപ് കോൺഗ്രസിന്റെ അനുമതി തേടിയില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ വിനാശകരമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പദ്ധതി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തയ്യാറാണ്. പക്ഷേ ഒരു സാഹചര്യത്തിലും ആണവ പദ്ധതി നിർത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ താക്കീത് തള്ളിക്കൊണ്ട് ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ 2ാം വട്ടവും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. മധ്യ ഇസ്രായേൽ ലാക്കാക്കി 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം. ജൂൺ 13 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു. 50ഓളം പോർ വിമാനങ്ങളാണ് ഇറാനിലേക്ക് ഇസ്രായേൽ പറത്തിയത്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ തകരാർ സംഭവിച്ചില്ലെന്നും ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനോട് അനുഭവമുള്ള ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആണവ പരിപാടിയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്രമാണ് ഇസ്ഫഹാൻ. യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനവും ആണവ ഇന്ധന ഫാബ്രിക്കേഷൻ പ്ലാന്റും ഇവിടെയുണ്ട്. ജൂൺ 13 ആദ്യ ആക്രമണത്തിൽ ഇസ്ഫഹാൻ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ തകർച്ച ഉറപ്പിക്കാനാണ് 2ാം വട്ടവും ആക്രമിച്ചതെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. ഏതാനും സെൻട്രിഫ്യൂജ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ കൂടി തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ അത്യന്താപേക്ഷിതമാണ് സെൻട്രിഫ്യൂജുകൾ. തിരിച്ചടിയായി മധ്യ ഇസ്രായേൽ ലാക്കാക്കി 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതോടെ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:40 ടെൽ അവീവിലും സമീപ പട്ടണങ്ങളിലും വ്യോമ റെഡ് സൈറണുകൾ മുഴങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ മിസൈലുകൾ തടുത്തു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ലെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിന്റെ മേൽക്കൂരയിൽ തീപിടുത്തമുണ്ടായി. അതേസമയം ഇറാനിലെ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിന് ഒരിക്കൽ കൂടി കനത്ത പ്രഹരമേൽപ്പിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിലെ ഖുദ്സ് ഫോഴ്സിന്റെ തലവൻ ബഹനാം ഷഹ്റാരിയെ ഇസ്രായേൽ പ്രതിരോധ സേന വകവരുത്തിയിരുന്നു. ആയുധ കൈമാറ്റ യൂണിറ്റിന്റെ കമാൻഡറായ ഷഹ്റാരിയെ വധിച്ചതായി IDF ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തോടൊപ്പം മുതിർന്ന IRGC കമാൻഡറും ഖുദ്സ് ഫോഴ്സിന്റെ ഫലസ്തീൻ കോർപ്സിന്റെ തലവനുമായ സയ്യിദ് ഇസാദിയും കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചിരുന്നു. ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയിലുടനീളം എല്ലാ ആയുധ കൈമാറ്റങ്ങൾക്കും ഷഹ്റാരിയായിരുന്നു നേതൃത്വം നൽകിയിരുന്നതാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് 1000 കിലോമീറ്ററിലധികം അകലെ പടിഞ്ഞാറൻ ഇറാനിൽ സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു ഷഹ്റാരി ഇസ്രായേൽ വകവരുത്തിയത്. ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ശൃംഖലകൾക്കുള്ള കനത്ത പ്രഹരമായിട്ടാണ് ഈ ദൗത്യത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. വിവിധ തീവ്രവാദ സംഘടനകൾക്ക് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ കൈമാറുന്നതിന് ഷഹ്റാരി ഉത്തരവിട്ടിരുന്നു. കൂടാതെ ഈ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം നൽകാനുള്ള ശ്രമങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. നിരവധി ഇസ്രായേലി സിവിലിയന്മാരുടെയും സൈനികരുടെയും മരണത്തിനും ഇയാൾ കാരണക്കാരനായിരുന്നുവെന്നാണ് IDF പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്.